ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചത് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സ് അതിനെക്കുറിച്ചാണ്. കോൺഗ്രസിന്റെ കാലത്തെ പാർലമെന്ററി കമ്മിറ്റിയിലൊക്കെ ഭരണകക്ഷിക്ക് ഒരു വലിയ സ്വാധീനം ഉണ്ടല്ലോ. എന്തായാലും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ 2004-2008 പീരീഡിലൊക്കെ തന്നെ ബാലാസാഹേബ് വിഖെ പാട്ടീൽ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവായിരുന്നു UPA ഒന്നാം ഭരണകാലത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. അത് കഴിഞ്ഞിട്ട് സത്പാൽ മഹാരാജ് കോൺഗ്രസിന്റെ തന്നെ നേതാവായിരുന്നു. രാജ് ബബ്ബറിനൊക്കെ എന്ത് വിദേശകാര്യ എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകളായിരുന്നു കോൺഗ്രസ് അന്ന് നോമിനേറ്റ് ചെയ്തത്. പക്ഷെ BJP ആണ് ഇവിടെ ഒരു പുതിയൊരു ട്രെൻഡ് പോലും സെറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്താ പറയുക ആളുകൾക്ക് ഒരു അവസരം കൊടുക്കുക. അങ്ങനെ നോമിനേഷൻ മറ്റ് ഓപ്പോസിഷന്റെ ഭാഗത്ത് നിന്ന് നോമിനേഷൻ വരികയാണെങ്കിൽ അതിന് അപ്രൂവൽ കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇവിടെ ശശി തരൂരിന്റെ ഒരു എന്താ പറയുക അദ്ദേഹത്തിന്റെ ഡിപ്ലോമാറ്റിക് എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ഗ്ലോബൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ അംഗീകാരം, ഇന്റർനാഷണൽ മീഡിയയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന പല ഇന്റർവ്യൂസും, അതായത് അതിൽ എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം നമ്മുടെ പൊസിഷൻസ് ക്ലിയർ ആക്കിയിട്ടുള്ളത്. അതിപ്പം എന്താ പറയുക ഇന്റർനാഷണൽ മീഡിയയിൽ കൊടുക്കുന്ന ഇന്റർവ്യൂസിന് അപ്പുറത്തേക്ക് നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന്റെ സ്പീച്ച് ഉണ്ട്. ബ്രിട്ടീഷുകാരെ എന്താ പറയുക നിലത്തടിക്കുന്ന രീതിയിലുള്ള സ്പീച്ചാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ എല്ലാ കാലത്തും ഇത്രയധികം നല്ല ഭംഗിയായിട്ട് ഒരു അക്കാഡമിക് റിഗറുള്ള ഒരു എന്താ പറയുക ഡിപ്ലോമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള ഡിപ്ലോമാറ്റിക് എക്സലൻസ് ഉള്ള ഒരു നേതാവ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ട് മാറ്റി നിർത്തണം എന്നത് കോൺഗ്രസ് വിശദീകരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ 4 പേരുകൾ എന്തുകൊണ്ട് ശശി തരൂരിന്റെ പേരില്ല അങ്ങിപ്പോൾ സൂചിപ്പിച്ചു. അതായത് രാജ് ബബ്ബറിനെ ആക്കിയ സ്ഥാനത്ത് ഞങ്ങൾ പ്രതിപക്ഷത്തായിട്ടും ഇദ്ദേഹത്തെ ശശി തരൂരിനെ ചെയർപേഴ്സൺ ആക്കിയെന്നൊക്കെ അങ്ങ് പറഞ്ഞു. മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അദ്ദേഹമായിരുന്നില്ല. നോക്കൂ, ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശശി തരൂരിന്റെ കാലിബറിനെ കുറിച്ചാണ്, ശശി തരൂരിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ശശി തരൂർ എന്തുകൊണ്ട് ഇതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല, മൻമോഹൻ സിംഗിനെ ആക്കിയിട്ടില്ല എങ്കിൽ അതിന്റെ രാഷ്ട്രീയം വേറെ ആയിരിക്കും. അത് നമ്മളെല്ലാം കൂടെ കൂട്ടിക്കലർത്തി നോക്കി എല്ലാ കാലത്തും എല്ലാ ശശി തരൂരിന്റെ മെറിറ്റിൽ ആർക്കും തർക്കമില്ല. ഇവിടെ ഈ ഇരിക്കുന്ന ആർക്കും തർക്കം ഉണ്ടാവില്ല മിഥുൻ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും നമ്മുടെ എന്താ പറയുക രാജ്യമുണ്ടായ സമയം മുതൽക്ക് ഇതുവരെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളൊക്കെ എടുത്തു നോക്കിയാൽ അവിടെ എല്ലാ സമയത്തും കാലിബറുള്ള ആളുകൾ വന്നോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് അത് വലിയ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷെ അങ്ങനെയാണ് ഞാൻ ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ അതിൽ ശശി തരൂർ എന്തുകൊണ്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടും അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം ചെയർപേഴ്സൺ ആവുന്നതും അതിനപ്പുറത്തേക്കുള്ള ഈ പറഞ്ഞ പോലുള്ള ഡെലിഗേഷൻ ലീഡ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ പേര് നോമിനേറ്റ് ചെയ്യുന്നത്. അതായത് കോൺഗ്രസ് സജസ്റ്റ് ചെയ്ത 4 പേരുകളും മറികടന്ന് BJP ഇവിടെ ഒരു പേര് കൊണ്ടുവരികയാണെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. അത് അവർ കണ്ടു. മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയം സംസാരിക്കേണ്ട സമയമേ അല്ലല്ലോ. ഇത് പ്രത്യേകിച്ച് നമ്മളെ രാജ്യത്തുള്ള ഒരു ഐക്യം എന്താണെന്ന് മറ്റു രാജ്യങ്ങളെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ്. ഇവിടെ ഇപ്പോൾ ബ്രിട്ടാസിന്റെ കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ബ്രിട്ടാസ് CPM-നാണെങ്കിൽ വേറെ പേരുകളൊന്നും സജസ്റ്റ് ചെയ്യാനില്ല. അങ്ങനെ ഇപ്പം എന്താ പറയുക ഒരു അന്താരാഷ്ട്ര തലത്തിൽ പോയിട്ട് സംസാരിക്കാൻ പറ്റിയ നേതാക്കളൊന്നുമില്ല. ബ്രിട്ടാസ് ആണ് ഇവിടെ ആകെ എന്താ പറയുക കഴിച്ചു മുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇംഗ്ലീഷിലൊക്കെ പറയാൻ പറ്റിയ ഒരാളുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരാളെ സജസ്റ്റ് ചെയ്ത് അവർക്ക് ചോയ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ബ്രിട്ടാസ്, അല്ലാതെ എന്താ പറയുക വേറെ രീതിയിലൊന്നും ആയിരിക്കില്ല. പക്ഷെ ഇത് എല്ലാവരും എല്ലാ പാർട്ടിയിലുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി എന്താ പറയാ 7ഓളം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, 7-8. അപ്പൊ ഇവര് പല ഭാഗത്തേക്ക് പോവുകയും ഇന്ത്യയുടെ പൊസിഷൻ എന്താണെന്ന് ക്ലാരിഫൈ ചെയ്യും. CPM-നെ വിമർശിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ BJP-ക്ക് അങ്ങനെ ആരാണുള്ളത്? S ജയശങ്കർ മാറ്റി നിർത്തിയാൽ പുറത്തുപോയി ഇത് പറയാൻ പറ്റിയ ആരാണുള്ളത്? S ജയശങ്കർ എന്താ BJP അല്ലേ? അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. അദ്ദേഹം ഒരു കരയ ഡിപ്ലോമാറ്റാണ്. നിങ്ങൾ അവരിൽ ആളുകളില്ല എന്ന് പറഞ്ഞുകൂടി ചോദിച്ചതാണ്. BJP-ക്ക് അങ്ങനെ ആളുണ്ടോ? CPM ആരെ അവിടെ നയിക്കാൻ പറ്റുക? മണിയാശൻ അയക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കാം, അവർക്ക് ആളുണ്ടോ? അവർക്ക് ആകെ എണ്ണം കുറവാണ്, ആളെണ്ണം കുറവാണ്. അതിലുള്ള ആളുകൾ അയക്കും, അത്രയല്ലേ ഉള്ളൂ. അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, ഈ രാജ്യത്തുള്ള ഒരു വലിയ എന്താ പറയാ കക്ഷിയല്ലേ. അവർക്ക് എന്തുകൊണ്ടാ ഈ പറഞ്ഞ പോലെ ആളുകൾ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് ചർച്ച ചെയ്യേണ്ട വിഷയമായിരിക്കും. BJP-യെ സംബന്ധിച്ച് BJP-ക്ക് എല്ലാ കാലത്തും അങ്ങനത്തെ എന്താ പറയാ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. BJP-യിൽ ജയശങ്കർ മാത്രമൊന്നുമല്ല. അപ്പൊ BJP-യെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആളുകളൊന്നും ഒരു എന്താ പറയാ ഒരു സ്കാർസിറ്റി ഉള്ള ഒരു പാർട്ടിയൊന്നുമല്ല. അവർക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ജയശങ്കർ അല്ലെങ്കിൽ മറ്റൊരാൾ. അപ്പൊ ജയശങ്കറിന് പോകാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിലിപ്പോ എന്താ പറയാ ഈ കമ്മിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് ജയശങ്കർ നേരിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പോൾ നമ്മൾ ഈ സർവകക്ഷി സംഘത്തെ അയക്കുന്നത് ശരിയാണ്. അപ്പോൾ എന്തിനാണ് അത് അയക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ഭീകരതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു, അതിനെതിരെ സൈനിക നീക്കം നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. ആർക്കും അതേക്കുറിച്ചൊന്നും അത് ഒരു മോശം കാര്യമാണെന്ന് ആരും പറയില്ല. അതേസമയം ഇന്ത്യ നടത്തിയിട്ടുള്ള പാകിസ്ഥാനിൽ അകത്ത് കയറി നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് ഒരു ലോകരാജ്യങ്ങൾക്കും എതിരഭിപ്രായമില്ല, അതിനാരും എതിർക്കുന്നില്ല. നമ്മളിപ്പോൾ എന്തിനാണ് ഇത് അയക്കുന്നത്? നമുക്ക് എന്തോ തരത്തിലുള്ളൊരു കുറവ് വന്നു ഇക്കാര്യത്തിൽ എന്ന് തോന്നുന്നുണ്ടോ? അതല്ല, ഒരു ഇൻഫർമേഷൻ വാറിൽ പാകിസ്ഥാൻ മുന്നിൽ പോയി എന്ന് തോന്നാൻ നമുക്കുണ്ടോ? എങ്കിൽ അതെന്തുകൊണ്ടാണ്? നോക്കൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ അതിപ്പോ മുംബൈ ടെറർ അറ്റാക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിലും ഒക്കെ തന്നെ
ഇങ്ങനെയുള്ള കമ്മിറ്റീസ് രൂപീകരിക്കുകയും പല രാജ്യങ്ങളിലേക്കും നമ്മൾ ഡെലിഗേഷൻസ് അയച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ എന്താ പറയുക, നമ്മൾ തന്നെ തുടങ്ങി വെച്ചൊരു, ഈ പറഞ്ഞ പോലെ മോദി തുടങ്ങി വെച്ചൊരു പ്രാക്ടീസ് ഒന്നുമല്ല, എല്ലാ കാലത്തും ഇതുണ്ടായിരുന്നു. അപ്പോൾ ഒരു വാർ നടന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യത ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമ്മിറ്റീസ് രൂപീകരിക്കപ്പെടുന്നതും അവർ വിദേശ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അത് ഇന്ത്യയുടെ പൊസിഷൻ എന്താണെന്ന് ക്ലാരിഫൈ ചെയ്യുകയും. അപ്പൊ അതിന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, വാജ്പേയി പോലും ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ ഇങ്ങനത്തെ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇന്റർനാഷണൽ ഒരു ഹിസ്റ്റോറിക്കൽ പ്രാക്ടീസ് ആണ്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ പൊസിഷൻ ക്ലാരിഫൈ ചെയ്യുക എന്നൊരു ഹിസ്റ്റോറിക്കൽ പ്രാക്ടീസ് ആണ്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിൽ രാഷ്ട്രീയം ഉണ്ടോ, അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും പൊസിഷൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചത് നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി പോവാണോ? ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ, താങ്കൾ പറഞ്ഞ പോലെ, സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയ വാർഫെയറിൽ ഒരു പക്ഷേ പാകിസ്ഥാൻ ജയിച്ചു എന്ന് തന്നെ ഞാൻ പറയാം. കാരണം അവർ പടച്ചുവിട്ട പോലെ ഫാൾസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫേക്ക് ഇൻഫർമേഷൻ, മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ പാകിസ്ഥാൻ നടത്തിയത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പാകിസ്ഥാൻ ഒരു ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ പാകിസ്ഥാൻ നടത്താൻ പറ്റി. പക്ഷേ അതിനെ ചെറുക്കുന്ന രീതിയിലുള്ള തെളിവുകൾ നമ്മുടെ